റബീഉൽ അവ്വൽ 12 നബിയുടെ ജന്മദിനമെന്ന് പറഞ്ഞാൽ പോരാ, റസൂലിന്റെ ജന്മദിനമെന്ന് പറഞ്ഞാൽ പോരാ. റബീഉൽ അവ്വൽ 12 മുഹമ്മദിന്റെ ജന്മദിനമാണ്. മുഹമ്മദായ ദിവസമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈമാനുള്ളവന് റബീഉൽ അവ്വൽ 12 പറയുമ്പോൾ ഒരു ഉഷാർ കിട്ടും. അല്ലാത്തവൻ മുഹറം ഒരു 15 കഴിഞ്ഞാൽ തന്നെ മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നവന് ഇലക്ട്രിക് പോസ്റ്റ് എഴുതിക്കും. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാവാറുള്ള മാസം റബീഉൽ അവ്വലാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും തർക്കമുള്ളത് റബീഉൽ അവ്വൽ. അത് കഴിഞ്ഞാൽ പിന്നെ റമദാൻ മാസമാണ്. എന്താ റബീഉൽ അവ്വലിലെ തർക്കം? മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു, മൗലിദ് ഓതൽ ശിർക്ക് തന്നെയാകുന്നു. ഇതാണ് സംഗതി. ഈമാൻ പോകൽ മുഹമ്മദ് നബി ഇൻസൾട്ട് ചെയ്യപ്പെട്ടാലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ കൽബിൽ മോശമായി തുടങ്ങിയാൽ ഈമാൻ പോകുന്നു എന്നതിന്റെ അടയാളമാണ്. അല്ലാഹു തആല ഞമ്മക്ക് ഒന്നും തന്നിട്ടില്ല, ആകെ മുഹമ്മദ് നബിനെ തന്നേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞിട്ടാ തോന്നും ഖുർആൻ അല്ലാഹു നമുക്ക് നൂലുമങ്ങനെ ഇറക്കിയതാണ്. നല്ലല്ലോ, അല്ലാഹു തആല നമുക്ക് ഖുർആൻ തന്നിട്ടില്ല. അല്ലാഹു നമുക്ക് ഖുർആൻ തന്നിട്ടില്ലെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ഓതുന്ന അൽ കഹ്ഫില് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ. അബ്ദ് എന്ന് പറഞ്ഞാൽ ഒരാളാണ്. തോനാളുണ്ടെങ്കിൽ ഇബാദ് എന്നാണ് പറയേണ്ടത് എന്ന് ഉംറ വിസക്ക് പോയാൽ തന്നെ അറിയാം. വിസ വേണ്ട ഇനി. അബ്ദ് എന്ന് പറഞ്ഞാൽ ഒരാളാണ്, തോനാളുണ്ടെങ്കിൽ ഇബാദ് അറിയും. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി ഒരാൾക്കാണ് കൊടുത്തിട്ടുള്ളത്. ഖുൽ ഇൻ കുൻതും അലാ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഖുർആൻ ഒരാൾക്ക് കൊടുത്തതാണ്, മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയാണ് നമ്മക്ക് തന്നിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം നമ്മക്ക് തന്നിട്ടില്ലല്ലോ. നിസ്കാരം തന്നിട്ടില്ല എന്ന് മാത്രമല്ല, നിസ്കാരം നമ്മക്ക് വേണ്ടി ചോദിച്ചു വാങ്ങി കൊടുന്നതാ മിറാജിന്. മിറാജിന്റെ അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വാങ്ങിക്കൊണ്ടുവന്നതാണ്. ഞമ്മക്ക് അല്ലാഹു തആല ഒന്നും തന്നിട്ടില്ല, നമ്മക്ക് ആകെ തന്നത് മുഹമ്മദ് നബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയെല്ലാം അള്ളാഹു മുഹമ്മദ് നബിക്കാണ് നൽകിയിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞാട്ടാ തോന്നും ലൈലത്തുൽ ഖദർ അല്ലാഹു തആല നമ്മക്ക് തന്നതാണ്. ലൈലത്തുൽ ഖദർ നമ്മക്ക് തന്നതല്ല. കാരണം ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങിയത് അല്ലാഹു ദിവസത്തിന്റെ പ്രത്യേകത. ഖുർആൻ ഇറങ്ങിയതാണ് പ്രത്യേകത. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ഖുർആൻ ഇറങ്ങിയതാണ് ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇറങ്ങൂല. അപ്പൊ നബി തങ്ങളില്ലെങ്കിൽ ലൈലത്തുൽ ഖദർ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മുൻഗാമികൾക്കൊന്നും ലൈലത്തുൽ ഖദർ ഇല്ലല്ലോ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾക്ക് ലൈലത്തുൽ ഖദർ ഇല്ല. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾക്ക് ലൈലത്തുൽ ഖദർ ഇല്ല. ലൈലത്തുൽ ഖദർ നമ്മക്ക് മാത്രമേ ഉള്ളൂ. എന്താ കാരണം? മുഹമ്മദ് നബിയുടെ പ്രത്യേകതയാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 120 വരികൾ നാളെ സ്വർഗത്തിലേക്ക് വരി നിൽക്കുമെന്നും അതിൽ 90 വരികളും എന്റെ ഉമ്മത്തായിരിക്കുമെന്നും അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നതും നമുക്കാണ്. ആദ്യമായി വിചാരണയ്ക്ക് വേണ്ടി വിളിക്കപ്പെടുന്നതും നമ്മളെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ചതിൽ ഏറ്റവും ഷറഫായ ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തമാശയിൽ പോലും പറയരുത് ഈ കൗമ് നേരാവൂല. ചിലപ്പോ അങ്ങനെയൊക്കെ ഒരു വർത്താനുണ്ട്, നമുക്ക് വേണ്ടാത്ത വർത്താനം. നമ്മൾ ചിലപ്പം പറയാന്ത് ഈ കൗമ് നേരാവൂല എന്നൊക്കെ പറയും. ഏത് കൗമ്? മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ പറ്റിയിട്ട് നമ്മളാ പറഞ്ഞത്. ആകെ നേരാകുന്ന ഒരു കൗമാണിത് മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അബദ്ധത്തിൽ പോലും ഓർമ്മയില്ലാതെ പോലും അങ്ങനെ പറഞ്ഞു പോകരുത് എന്നാണ്. ഇത് വല്ല നേരാകുന്ന ഉമ്മത്താണ്, പുണ്യ നബിയുടെ ഉമ്മത്താണ്. 90 വരികളും നമ്മൾ തന്നെയാണ്. ബാക്കി 30 വരിയാണ് എല്ലാ ഉമ്മത്തും കൂടി ഉള്ളത്. അതുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം ഈമാന്റെ അടിസ്ഥാനമാണ്. അതന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനം. അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ടോ? സുന്നി അല്ലാതാകുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ബഹുമാനം ലഭിച്ചിട്ടുള്ളത് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്.
അതുകൊണ്ട് ഹൃദയത്തിൽ അടങ്ങാത്ത സ്ഥാനം, അതിരില്ലാത്ത സ്ഥാനം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ ലോകത്ത് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവനും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ലോകത്ത് എന്തെല്ലാം സംഭവിക്കാതിരുന്നിട്ടുണ്ടോ അതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ്. ഇനി ലോകത്ത് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് നബി അലൈഹി സ്വലാം കപ്പലിൽ കയറിയത് മുഹമ്മദ് നബിക്ക് വരാനായിരുന്നു. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് മുഹമ്മദ് നബിക്ക് വരാൻ വേണ്ടിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ അലൈഹി സ്വലാമിനെ മക്കയിൽ കൊണ്ടുചെന്ന് താമസിപ്പിച്ചത് മുഹമ്മദ് നബിക്ക് വരാനായിരുന്നു. ലോകത്ത് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവൻ മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ലോകത്ത് എന്തെല്ലാം സംഭവിക്കാതിരുന്നിട്ടുണ്ടോ. ആദ്യം പറഞ്ഞതിന്റെ അത്ര മനസ്സിലാകണതല്ല അത്. സംഭവിക്കാത്ത കാര്യങ്ങളും എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നതിന്റെ ഉത്തരം മുഹമ്മദ് നബിക്ക് വേണ്ടി സംഭവിച്ചില്ല എന്നാണ്. ഉദാഹരണം പറഞ്ഞാല് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കെട്ടിച്ചിട്ടില്ല, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിട്ടില്ല. എന്തേ കല്യാണം കഴിക്കാതിരിക്കാൻ കാരണം? മുഹമ്മദ് നബിക്ക് സ്വർഗത്തിൽ കല്യാണം കഴിക്കാൻ. ലോകത്ത് എന്തെല്ലാം സംഭവിക്കാതിരുന്നിട്ടുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ്. ഇനി അതിനേക്കാൾ മനസ്സിലാകാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് മൂന്നാമത്തേത്. ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്താ സംഭവിക്കാൻ പോണത്? ഇനി മരിക്കും, ഖബറിലെത്തും, ഖിയാമത്ത് നാളുണ്ടാവും, മഹ്ശർ ഉണ്ടാവും, ഹിസാബ് ഉണ്ടാവും. ഇതൊക്കെ മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഹിസാബ് പറഞ്ഞാല്? ഹിസാബ് ഏറ്റവും ചുരുങ്ങിയത് 50,000 കൊല്ലം ഉണ്ടാവുന്നതാണ്. ചുരുങ്ങിയ കണക്ക്, എല്ലാ അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ചാല് ഏറ്റവും ചുരുങ്ങിയ കണക്കിന് 50,000 കൊല്ലം ഉണ്ടാവും. 50,000 കൊല്ലം ചെമ്പിന്റെ തറയില് സൂര്യൻ ഒരു ചാണുയരത്തിൽ എന്നത് ഏത് ആലങ്കാരിക പ്രയോഗമാണ് എന്ന് കൂട്ടിയാലും നല്ല ചൂടുണ്ടാവും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ലല്ലോ. നെരിയാണി വരെ വിയർപ്പുള്ളവർ, കാൽമുട്ട് വരെ വിയർപ്പുള്ളവർ, അരവരെ വിയർപ്പുള്ളവർ, ചെവി വരെ വിയർപ്പുള്ളവർ, മൂക്ക് വരെ വിയർപ്പുള്ളവർ, വിയർപ്പിൽ മുങ്ങിത്താഴുന്നവർ, അങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിലായി മഹ്ശറയിൽ നിൽക്കും 50,000 കൊല്ലം. എന്തിനാ 50,000 കൊല്ലം? ഹിസാബ് തുടങ്ങിയിട്ടില്ല, തുടങ്ങാത്ത 50,000 കൊല്ലാണ്. എന്തിനാ 50,000 കൊല്ലം നിൽക്കണത്? 50,000 കൊല്ലം ഇങ്ങനെ നിൽക്കുമ്പോ ഒരാളോ അവന്റെ അടുത്തുള്ള ആളോട് പറയും എന്താ നൃത്തം. അപ്പൊ അയാൾ ഇങ്ങോട്ടും പറയും എന്താ നൃത്തം. 50,000 കൊല്ലം നിൽക്കണതേ. അപ്പൊ ഒരാളോ അവന്റെ അടുത്തുള്ള ആളോട് പറയും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിയാലോ എന്ന് പറയും. അപ്പൊ മറ്റവൻ പറയും എന്നാ പോയി നോക്കാന്നറിയും. അങ്ങനെ പോകും ഇബ്രാഹിം നബിയുടെ അടുക്കൽ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ, മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ, ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ. എന്നിട്ട് പറയും സ്വർഗത്തിലേക്കായാലും വേണ്ടില്ല, നരകത്തിലേക്കായാലും വേണ്ടില്ല, ഇവിടെ നിന്ന് കഴിച്ചിലായാൽ മതിയായിരുന്നു. സ്വർഗത്തേക്കായാലും വേണ്ടില്ല, നരകത്തേക്കായാലും വേണ്ടില്ല, ഇവിടെ നിന്ന് കഴിച്ചിലായാൽ മതിയായിരുന്നു എന്ന് പറയും. ഓലെല്ലാരും പറയും കുട്ടികളെ നമ്മളെ കാര്യം തന്നെ വലിയ കഷ്ടാണ് എന്ന് പറയും. അങ്ങനെ അവസാനം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ വന്നുകൊണ്ട് ആവലാതി പറയും. നബി തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് അർശിന്റെ താഴ്ഭാഗത്തേക്ക് പോയി സുജൂദിൽ വീഴുന്നു. സുജൂദിനൊടുവിൽ പറയപ്പെടും മുഹമ്മദ് മുഹമ്മദേ തല ഉയർത്തു, എന്ത് വേണമെങ്കിലും തരാമല്ലോ. റസൂലെ തല ഉയർത്തു എന്നല്ലോ, നബിയെ തല ഉയർത്തു എന്നല്ല, മുഹമ്മദെ തല ഉയർത്തു എന്നാണ്. ഈ വിളിയിൽ ഒരർത്ഥം ഉണ്ട് എന്നാണ്. അപ്പൊ ഞാൻ സാലിം വൈസിയാണ്, ഇന്നിവിടെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുമ്പോ തുണിയും കുപ്പായും ഇസ്തിരി ഇടുന്നവനായ സാലിം വൈസി ഇതാ പ്രസംഗിക്കുന്നു എന്ന് പറയാൻ പറ്റൂലല്ലോ. നവിന് ഇസ്തിരി ഇടലില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്. കന്തൂറട്ടവനായ സാലിം വൈസി പ്രസംഗിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? നവിനെ കന്തൂറട്ടിടില്ലേ? ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റൂല. കാരണം പ്രസംഗിക്കുന്നതിന്റെ യോഗ്യത കന്തൂറട്ടതല്ല, അതുകൊണ്ടാ പറയാൻ പറ്റാത്തത്. പിന്നെന്താ പറയേണ്ടത്? പ്രമുഖ പ്രകാശകനും പണ്ഡിതനുമായ എന്നൊക്കെ പറയണം. മുഹമ്മദ്,
മുഹമ്മദെ തല ഉയർത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഹമ്മദീയത്താണ് ഷഫാഅത്തിന്റെ യോഗ്യത, നുബുവത്തും റിസാലത്തുമല്ല. നുബുവത്തായിരുന്നുവെങ്കിൽ ഇർഫ റസക യാ അയ്യുഹൻ നബിയു എന്നാണ് വിളിക്കുക. റിസാലത്തായിരുന്നുവെങ്കിൽ ഇർഫ റസക യാ അയ്യുഹർ റസൂലു എന്നാണ് വിളിക്കുക. മുഹമ്മദീയത്തിനെ തന്നെ അംഗീകരിക്കണം. അത് 40 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. നുബുവത്തു റിസാലത്തും അംഗീകരിക്കാൻ വളരെ എളുപ്പമുണ്ട്. മുഹമ്മദീയത്തിൽ അംഗീകരിക്കണോടത്താണ് പ്രശ്നം പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ മുഹമ്മദീയത്തിനെ തന്നെ അംഗീകരിക്കും. അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ 12 നമുക്ക് ഇരുന്നോടത്ത് ഇരിക്കാൻ വയ്യാതാവണേ. നമുക്ക് 12 ആയാൽ പിന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ വന്നിട്ട് ചോദിക്കും സദറുസ്താദിനോട്, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ സദറുസ്താദ് പറയും എന്നാ പാടിക്കോളി എന്ന് പറയും. അപ്പണ്ട് പാടും. അപ്പൊ കീശയിൽ കായുള്ള ആൾക്കാരുണ്ടാവും, ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കണം. ഓൽക്ക് തോന്നും ഇനിയിപ്പോ ഈ കായ് ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കവറിലിട്ടിട്ട് കൊടുക്കാൻ തോന്നും. അപ്പോൾ ഒരാൾ കൊടുക്കും. ഇതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ സാധനങ്ങൾ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത താല്പര്യത്തിന്റെ പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതാണ് നമ്മളെ ആശയം. ആ ആശയത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാകുന്നത്. സമസ്തയുടെ കീഴിൽ നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നതും കൊണ്ടു നടക്കുന്നതുമെല്ലാം. മഹാനായ KT ഉസ്താദ് അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ഇവിടെ 12 കുട്ടികളെ കൊണ്ട് സ്ഥാപിച്ചു എന്ന് സ്വാഗത ഭാഷണം മുതൽ എല്ലാ പ്രഭാഷണങ്ങളിലും പറയണ്ടായി. ഈ മഹത്തായ സ്ഥാപനം ഇന്ന് വലിയൊരു സമുച്ചയമായി മാറി ഉസ്താദ് അവറുകൾക്ക് സ്ഥിരമായി ഫാത്തിഹ കിട്ടുന്ന ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ സമ്പാദിക്കാവുന്ന ചില പ്രത്യേക സംഭാവനകളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് മക്കളുണ്ടോ ഇല്ലയോ എന്ന ഒരു ചർച്ച ഉണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമിന് മക്കൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന് മക്കളുണ്ടോ ഇല്ലയോ എന്ന ഒരു ചർച്ച ഉണ്ട്. ആ ചർച്ച നടക്കുന്നതിൻ്റെ ഒടുവിൽ ബഹുമാനപ്പെട്ട സയ്യിദ്ന ഇബ്ൻ ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറയുന്നുണ്ട്. കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ എന്താ, ഫാത്തിഹ ഓതാൻ ഇഷ്ടം പോലെ ആൾക്കാരെ മഹാനവർകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. മരിച്ചു എന്നിട്ട് ഖബറ് കിടക്കുമ്പോൾ ഒരു ഫാത്തിഹ കിട്ടുക എന്ന് പറഞ്ഞത് ഒരു വലിയ കിട്ടൽ തന്നെ ഇക്കാരം. അതിന് കുറച്ച് ആൾക്കാരുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്കൊക്കെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു വലിയ ദറജ മഹാനായ ഉസ്താദ് അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു. നമ്മൾ ഉസ്താദിന് ഇടക്കിടക്ക് പറയുന്നു, അവിടത്തേക്ക് ഫാത്തിഹ ഓതുന്നു, യാസീൻ ഓതുന്നു, ദുആ ചെയ്യുന്നു. ഇവിടുത്തെ കുട്ടികൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഖബറിൽ കിടന്നുകൊണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു നല്ല നാളെ നമുക്കെല്ലാം ഉണ്ടായിത്തീരണം. അതിന് നമ്മളാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് ഈ വൈകിയ വേളയിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. ദീർഘിച്ച് സംസാരിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ട അമലായി സ്വീകരിക്കട്ടെ. ഒരുപാട് സഹോദരിമാരുണ്ട് ഓഡിറ്റോറിയത്തിൽ എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖൽബിന്റെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കി കൊടുക്കട്ടെ. മഹത്തായ ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ അധ്വാനങ്ങളെയും എല്ലാ സംഭാവനകളെയും എല്ലാ മാനസിക പിന്തുണകളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. സ്വർഗീയ ആരാമത്തിൽ മുസ്തഫ നബി തങ്ങളോടൊപ്പം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ നമ്മളെല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരട്ടെ. മഹാനായ ഉസ്താദിന്റെ അഭിലാഷം പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മരണം വരെ എല്ലാ നിലയിലും സർവസജ്ജരായ ഖിദ്മത്തെടുക്കാൻ അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇജ്അൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തജ്അൽ മിന്നാ വലാ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ തന്നെ ദ്വാരക്കണത് ഹലാലായ ഉദ്ദേശം പൂർത്തിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
ICUലുള്ള ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. രോഗം ശിഫയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലാക്കണേ അല്ലാഹ്. ഈ ഒരുമിച്ച് കൂടിയത്, ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ വാർഷിക പരിപാടിയെല്ലാം നിന്റെ കബൂലിയത്തുള്ള സ്വാലിഹായ അമലാക്കണേ അല്ലാഹ്. പടച്ചോനെ, ഏറെക്കുറെ ദിവസങ്ങളായി ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. മഹത്തായ ഈ സ്ഥാപനത്തിന് വേണ്ടി ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും പടച്ചോനെ മനസ്സുകൊണ്ടും അധ്വാനിച്ച ഒരുപാട് ആളുകൾക്ക് വലിയ കൂലി നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. മഹാനായ KT ഉസ്താദിന്റെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. അവരുടെ മദദ് ഫൈദാനിലെ ഞങ്ങളിലേക്ക് നീ വർഷിപ്പിക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ചെറുതും വലുതുമായ പാപങ്ങളെ വിട്ടുപുറത്തു മാഫാക്കണേ അല്ലാഹ്. നാഫിയായ ഇൽമിനെ ഞങ്ങൾക്കും മക്കൾക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരുപാട് സഹോദരങ്ങൾ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെയും ഞങ്ങളുടെയും എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കണേ അല്ലാഹ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ അല്ലാഹ്. സമസ്തക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അതിന്റെ പ്രവർത്തകർക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ റബ്ബേ, ഈ സ്ഥാപനത്തെ ഉത്തരോത്തരം ഉയരത്തിലേക്ക് നയിക്കണേ അല്ലാഹ്. ഇതിന് ഖിദ്മത്തെടുത്ത് മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബറിന് സ്വർഗമാക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. സഹോദരിമാർ ഒരുപാട് ഒരുമിച്ച് കൂടിയ സദസ്സാണ്. ഖൽബിന്റെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. കുട്ടികൾ മുതഅല്ലിമീങ്ങൾ ധാരാളമുണ്ട്. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആന നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ലൈറ്റും ശബ്ദവും ക്യാമറയും മറ്റു സൗകര്യങ്ങളുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള ആളുകൾ വലിയ കൂലി നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഭക്ഷണവും മറ്റും ഏർപ്പാട് ചെയ്തവർക്ക് വലിയ സവാബിനെ നൽകണേ അല്ലാഹ്. വേദിയിലുള്ള ആലിമീങ്ങളെ ഉഖറവിയായ ആലിമീങ്ങളാക്കണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിന്റെ സന്തതികളെ ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കണേ അല്ലാഹ്. പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. ഒരുപാട് ആളുകൾ പല സന്ദർഭങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ, പല സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പടച്ചോനെ, അവരെ ഞങ്ങളെ ഈ ദുആയിൽ നീ പങ്കു ചേർക്കണേ അല്ലാഹ്. ഇജ്അൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر ذنوبنا يا غافر المذنبين أعز الإسلام والمسلمين آمين برحمتك يا أرحم الراحمين.